അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ കരയാണ്. റസൂലുള്ളാന്റെ കയ്യിൽ ഒരു പിടി മണ്ണുണ്ട്. ആളുകൾ വന്നിട്ട് ചോദിച്ചു, നബിയെ എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ള ഈ മണ്ണ് കണ്ടോ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാണ്. ഇത് കർബലയിലെ മണ്ണാണ്. ഈ മണ്ണിൽ എൻ്റെ പൊന്നുമോൻ ഹുസൈൻ കൊല ചെയ്യപ്പെടും. അപ്പോൾ ഹുസൈൻ കൊല ചെയ്യപ്പെടുമെന്നുള്ള വാർത്ത റസൂലുള്ളാഹ്ക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു കൊടുത്തിട്ടില്ലേ? റസൂലുള്ളാഹ്ക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും അത് ദ്വയർന്നിട്ടുണ്ട്. ഓൽക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ. പക്ഷെ അള്ളാഹിൻ്റെ റസൂല് ദ്വയർന്നില്ല. എന്തേ? സ്വഹാബികൾ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ പ്രാർത്ഥനനാല് പരലോകത്തിലേക്ക് മാറ്റിവെച്ചിക്കണെന്നാണ് പറഞ്ഞത്. അതെന്തേ? എൻ്റെ ഉമ്മത്തിൽ തെറ്റ് മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഓലെ ഒന്ന് കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ്ടേ? അർദ്ധരാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് നിങ്ങൾ കളി കണ്ടോളിയും. അർജന്റീനൻ്റെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെ ഒക്കെ കളി നിങ്ങൾ കണ്ടോളിയും. കാരണം എന്താ? അത് നമ്മളെ സൗകര്യമാണ്. അപ്പോൾ നമ്മളെ സൗകര്യത്തിന് 2 മണിക്കും 3 മണിക്കൊക്കെ നീച്ചാൻ നമുക്ക് മടിയില്ല. ഞങ്ങൾ ആലോചിക്കണം, അള്ളാഹിൻ്റെ റസൂലിനും ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ആ സൗകര്യം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത്. എന്തിന്? നമ്മളെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആലോചിക്കണം. ഇപ്പം നമ്മൾ കളി കാണുന്ന ആ ടീമില്ലേ, ആ ടീമിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. എന്നാ 11 പേരുള്ള ഒരു ടീമിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ആ ടീം ആരുടെ മുമ്പിലും ഇതേവരെ തല കുനിച്ചിട്ടില്ല, ഇതേവരെ പരാജയപ്പെട്ടിട്ടില്ല. ആ ടീം ഏതാ? അൻ അബി ബക്കരിം വ അൻ ഉമരി വ അൻ അലിയും വ അൻ ഉസ്മാനദിൽ കറമി സദിൻ സഈദിൻ സുബൈർ ദിൻ തുൽഹത്തിൻ വ അബി ഉബൈദത്തിൻ വ ബിനി ഔഫിൽ ഹാശിരിൽ കറമി. ഈ 11 പേരാ. ഈ 11 പേരങ്ങൾ പിന്നാലെ കൂട്ടിക്കോളി. ഈ ടീം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈ ടീമും രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റവരാണ്. എന്തിന്? കളിക്കാനല്ല. പിന്നെന്തിനാ? രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് റബ്ബിലേക്ക് പൊട്ടിക്കരാണ്. ഓലങ്ങൾ കൂടെ കൂട്ടിക്കൊളി.